കേരളം പോലെ 100% സാക്ഷരത അവകാശപ്പെടുന്നൊരു സംസ്ഥാനത്ത് വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിൽ വരുത്തുന്നതിൽ വരുന്ന വീഴ്ചയും കാലതാമസവുമാണ് ഇന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. കേരളം പോലെ രാജ്യത്തിന് മാതൃകയാവേണ്ട ഒരു സംസ്ഥാനത്ത് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് ഇന്ന് കോടതി സർക്കാരിനെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഇത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന മുനിസിപ്പാലിറ്റിയിൽ ഒരു എലാമ്പ്ര എന്ന ഒരു വളരെ പിന്നോക്ക നിൽക്കുന്നൊരു പ്രദേശത്ത് ഒരു ഗവൺമെൻറ് സ്കൂൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്ന് കോടതിയുടെ പരിഗണനയിൽ വന്നത്. 1985 മുതൽ കഴിഞ്ഞ 10-30 വർഷമായി ആ പ്രദേശത്തെ നിവാസികൾ ഒരു ലോവർ പ്രൈമറി സ്കൂൾ ആ പ്രദേശത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉള്ള നിയമ പോരാട്ടത്തിലാണ്. അവിടുത്തെ ജനങ്ങൾ പൈസ സ്വരൂപിച്ചുകൊണ്ട് ഒരു പൊതു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 1 ഏക്കർ സ്ഥലം വാങ്ങുകയും മുനിസിപ്പാലിറ്റി അവിടെ ഒരു സ്കൂൾ നിർമ്മിക്കുന്നതിനാവശ്യമായ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സഹായം മുനിസിപ്പാലിറ്റി ഓഫർ ചെയ്യുകയും ചെയ്തിട്ടും കഴിഞ്ഞ ഈ 3 ദശകങ്ങളായി കേരള സർക്കാർ സ്കൂൾ സ്ഥാപിച്ചിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ 10 വർഷമായി കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു. ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ കൗൺസിൽ, അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇവരൊക്കെ ആ പ്രദേശം സന്ദർശിക്കുകയും അവിടെ ഒരു പ്രൈമറി വിദ്യാഭ്യാസം സ്ഥാപിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയും ഗവൺമെൻറ്റിന് അതിന് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തതാണ്. എന്നിട്ടും സർക്കാർ അതിന് തയ്യാറാവാതെ വന്നപ്പോഴാണ് അവിടെ ഒരു പൊതു താൽപ്പര്യ ഹർജി കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. അങ്ങനെ കേരള ഹൈക്കോടതി 2021 ഇത് സ്കൂൾ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഒരു അപ്പീലാണ് ഇപ്പോൾ ഡിസ്മിസ് ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി 3 മാസത്തിനകത്ത് ആ പ്രദേശത്ത് സ്കൂൾ സ്ഥാപിക്കാൻ പ്രവർത്തനം തുടങ്ങാൻ ഉത്തരവിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള സംസ്ഥാനത്തെ മറ്റ് പ്രദേശങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനും വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്ന 3 കിലോമീറ്റർ ചുറ്റളവിനകത്ത് അപ്പർ പ്രൈമറി സ്കൂളും 1 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ലോവർ പ്രൈമറി സ്കൂളും സ്ഥാപിക്കാൻ, ഗവൺമെൻറ് സ്കൂളുകൾ സ്ഥാപിക്കാനും ഗവൺമെൻറ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനാണ് ഇന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ സുപ്രീം കോടതിയിൽ കേരളം വരാനുണ്ടായ കാര്യമാണ് കേരളത്തിന് താല്പര്യമില്ലാത്ത വിഷയത്തിൽ കേരളം ഈ വിഷയത്തിൽ സർക്കാർ കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പ്രദേശത്ത് ഒരു ഗവൺമെൻറ് സ്കൂൾ സ്ഥാപിക്കുന്നതിൽ നിയമപരമായി ഒരു തടസ്സവുമില്ല. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ഓഫർ ചെയ്യുന്നു, പ്രദേശത്തെ ജനങ്ങൾ സ്ഥലം ഓഫർ ചെയ്യുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും സർക്കാർ എന്തുകൊണ്ടാണിത് നിയമപരമായ സർക്കാരിൻ്റെ ഒരു ബാധ്യതയാണ് അത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ. ആ ഒരു ബാധ്യത ഭരണഘടനാപരമായ വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ ഒരു വിദ്യാഭ്യാസത്തിനുള്ള മൗലിക അവകാശം അത് നിഷേധിക്കുന്ന രീതിയിലുള്ളൊരു നിലപാടാണ് സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് സ്വീകരിച്ചത്. ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഇന്നത് സർക്കാരിൻ്റെ നിലപാടിനെ വിമർശിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഹൈക്കോടതി നടപ്പിലാക്കാനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. കോടതിയിൽ ഇന്ന് അവർ പറഞ്ഞത് തികച്ചും സാങ്കേതികമായൊരു വാദമായിരുന്നു. കേരള എഡ്യൂക്കേഷൻ റൂൾ അനുസരിച്ച് പുതിയ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള സ്കൂളുകൾ അപ്ഗ്രേഡേഷൻ നടത്തുന്നതിനും ഒരു പ്രൊസീജിയറൽ ഉണ്ട്, ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം പാലിച്ചുകൊണ്ട് മാത്രമേ സ്കൂളുകൾ സ്ഥാപിക്കാൻ കഴിയൂ. ഇവിടെ ആ നടപടിക്രമം ഉണ്ടായിട്ടില്ല എന്നാണ് സർക്കാർ വാദിച്ചത്. ആ നടപടിക്രമം മറികടന്നുകൊണ്ട് ഹൈക്കോടതി നടത്തിയ ഈ നിർദ്ദേശം നിലനിൽക്കില്ല എന്നായിരുന്നു സർക്കാരിൻ്റെ വാദം. പക്ഷേ ആ നടപടിക്രമങ്ങളൊക്കെ തന്നെ എയ്ഡഡ് സ്കൂളുകളോ പ്രൈവറ്റ് സ്കൂളുകളോ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങൾ പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലുള്ള മൗലിക അവകാശം, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശം ലംഘിക്കപ്പെടാൻ പാടില്ല എന്നാണ് ഇന്ന് കോടതി വിധിയിലുണ്ടായിരിക്കുന്നത്.